Yes, welcome back to Mayflower. Today we are discussing the novel The French Lieutenant's Woman by John Hovis. John Hovis is a famous English novelist and he wrote in between modernism and postmodernism. മോഡേണിസം അതേപോലെ തന്നെ പോസ്റ്റ് മോഡേണിസം ആ ഒരു കാലഘട്ടത്തിന്റെ ഇടയിൽ ഉള്ള ഒരു പ്രശസ്തനായ എഴുത്തുകാരനാണ് ജോൺ ഹോവിസ്. പ്രശസ്തനായ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ദ ഫ്രഞ്ച് ലെഫ്റ്റനൻസ് വുമൺ എന്ന നോവലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആൻഡ് ജോൺ പോൾ സാർട്ടർ ആൻഡ് ആൽബർട്ട് ക്യാമെ ഇൻഫ്ലുവൻസ്ഡ് ഹിസ് വർക്ക്സ്. അദ്ദേഹത്തിന്റെ കൃതികളെ സ്വാധീനിച്ച എഴുത്തുകാരാണ് ജീൻ പോൾ സാർട്ടറും അതേപോലെ തന്നെ ആൽബർട്ട് ക്യാമെ. The protagonist of the story is Charles. ഈ കഥയിലെ പ്രധാന കഥാപാത്രം ചാൾസ് ആണ്. And the story is set in 1867. 1867 കഥ നടക്കുന്നത്. And Charles Smithson and Ernestina Freeman are engaged to be married. ഇവിടെ ഈ നോവൽ തുടങ്ങുന്ന സമയത്ത് ചാൾസും അതേപോലെ ഏണസ്റ്റീന ഫ്രീമാൻ അവർ തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. ആൻഡ് ചാൾസ് ഈസ് ആൻ അപ്പർ ക്ലാസ് amateur paleontologist and Ernestina is the daughter of a rich draper. ചാൾസ് ഒരു പാലിയന്റോളജിസ്റ്റ് ആണ്. പുരാവസ്തുശാസ്ത്രം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അപ്പർ ക്ലാസ്സിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ് ചാൾസ്. അതേപോലെ ഏണസ്റ്റീന ഒരു ഡ്രാപ്പർ മീൻസ് ക്ലോത്ത് മെർച്ചന്റ് ആണ്. സമ്പന്നനായ ഒരു ക്ലോത്ത് മെർച്ചന്റ് മിസ്റ്റർ ഫ്രീമാൻ എന്ന വ്യക്തിയുടെ മകളാണ് ഏണസ്റ്റീന ഫ്രീമാൻ. And while they are walking on the shore of Lyme Regis, they see a woman staring at the sea. അവര് ലൈം റെജിസ് എന്ന സ്ഥലത്തു കൂടി നടക്കുന്ന സമയത്ത് അവര് ഒരു സ്ത്രീ കടലിലേക്ക് നോക്കി നിൽക്കുന്നത് കാണുന്നു. And they thought that she may be in love with the French lieutenant and is waiting for him. അവർ വിചാരിക്കുന്നു ഈ സ്ത്രീക്ക് ഒരു ഫ്രഞ്ച് ലെഫ്റ്റനന്റുമായിട്ട് പ്രണയമുണ്ടായിരിക്കാം, ആ ഒരു പ്രണയത്തിൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്നതാണ് എന്നവര് വിശ്വസിക്കുന്നു. ആൻഡ് മിസ്സിസ് പോൾട്രി ഇസ് എ വെൽത്തി ആൻഡ് റിലീജിയസ് ലേഡി ഹു ഹയർഡ് ദ ഫ്രഞ്ച് ലെഫ്റ്റനൻസ് വുമൺ സാറ വുഡ്രഫ് ആസ് എ കമ്പാനിയൻ എ ഇയർ ബിഫോർ. ഇവിടെ ഫ്രഞ്ച് ലെഫ്റ്റനൻസ് വുമൺ എന്ന് പറയുന്നത് സാറ വുഡ്രഫ് ആണ്. ഈ സാറ വുഡ്രഫാണ് ഇവിടെ കടലിലേക്ക് നോക്കി നിൽക്കുന്നത്. ആ സാറ വുഡ്രഫിനെ മിസ്സിസ് പൗൾട്ടണി എന്ന ഒരു റിച്ച് ലേഡി, വെൽത്തി ലേഡിയാണ് അവര്. അതേപോലെ തന്നെ മതവിശ്വാസിയായ ഒരു ലേഡിയാണ്. അവര് ഈ സാറയെ ഏറ്റെടുക്കുന്നു. കാരണം മിസ്സിസ് പൗൾട്ടണി ഈസ് ആൻ ഓഫുൾ ലേഡി ഹു ഫിയേഴ്സ് ഓഫ് ഹെൽ ആൻഡ് സോ ഷീ തിങ്സ് ദാറ്റ് ഹർ ചാരിറ്റി ടുവേർഡ്സ് സാറ വിൽ സേവ് ഹർ ലൈഫ് ഓർ സോൾ ആസ് സാറ നേഴ്സ്ഡ് ഫ്രഞ്ച് ലെഫ്റ്റനന്റ് ബാക്ക് ടു ഹിസ് ലൈഫ് വെൻ ഹി വാസ് വൂണ്ടഡ്. ഒരു ഷിപ്പ്റെക്കില് അദ്ദേഹത്തിന് ഈ ഫ്രഞ്ച് ലെഫ്റ്റനന്റിന് അപകടം സംഭവിക്കുന്ന സമയത്ത് സാറ അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെയുള്ള സാറയെ ഇവർ ഏറ്റെടുക്കുകയാണെങ്കിൽ തൻ്റെ ആത്മാവ് സ്വർഗത്തിൽ പോകും. നരകത്തെ പേടിയുള്ള ഒരു വ്യക്തിയാണ് മിസ്സിസ് പോൾട്ട്നി. അപ്പൊ അവർ ചിന്തിക്കുന്നത് തൻ്റെ ആത്മാവ് സ്വർഗത്തിൽ പോകും ഈ സാറയെ ഏറ്റെടുക്കുകയാണെങ്കിൽ. അങ്ങനെ ചിന്തിച്ച് ഇവര് സാറയെ ഏറ്റെടുക്കുന്നു. സാറ തോട്ട് ഹി മേ മാരി ഹർ but he soon disappeared and she became an outcast. സാറ ചിന്തിക്കുന്നത് ഈ ഫ്രഞ്ച് ലെഫ്റ്റനന്റ് തന്നെ വിവാഹം കഴിക്കുമെന്നാണ്. പക്ഷേ അദ്ദേഹം ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം അവിടെ നിന്ന് പോകുന്നു. And Charles goes out in search of fossils and comes to a wilderness called Undercliff and sees Sarah sleeping in the grass. ചാൾസ് നമ്മൾ പറഞ്ഞു ഈ കഥയിലെ കഥാപാത്രം, കേന്ദ്ര കഥാപാത്രമാണ് ചാൾസ്. ചാൾസ് ഫോസിൽ അന്വേഷിച്ച്, പാലിയന്റോളജിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അദ്ദേഹം ഫോസിലുകൾ അന്വേഷിച്ച് അണ്ടർ ക്ലിഫ് എന്ന് പറയുന്ന ഒരു കാട്ടുപ്രദേശത്തെത്തുന്നു. അവിടെ സാറ ഒരു പുൽമേട്ടിൽ കിടന്നുറങ്ങുന്നതായിട്ട് കാണുന്നു. ആൻഡ് ഷീ ഓഫൻ വിസിറ്റ്സ് ദ പ്ലേസ് ദോ മിസ്സിസ് പോൾട്ട്നി വാണ്ട്സ് ഹർ ദാറ്റ് ദ പ്ലേസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇമ്മോറൽ ആക്ടിവിറ്റീസ്. മിസ്സിസ് പൗൾട്ട്നി ആണ് ഇവരെ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ പൗൾട്ട്നി അവരോട് പറയാറുണ്ട് ഈ പ്രദേശം എന്താണ്, ഇറ്റ് ഈസ് എ നൊട്ടോറിയസ് പ്ലേസ്, അത് എന്താണ് ഇമ്മോറൽ ആക്ടിവിറ്റീസ് ഒക്കെ നിറഞ്ഞൊരു പ്രദേശമാണ്, അവിടെ പോകാൻ പാടില്ല എന്ന് മിസ്സിസ് പൗൾട്ട്നി പറഞ്ഞിട്ടും സാറ മിക്കപ്പോഴും അവിടെ പോകാറുണ്ട്. ആൻഡ് ചാൾസ് ഏണസ്റ്റീന ആൻഡ് ഏണസ്റ്റീനാസ് ഓണ്ട് മിസ്സിസ് ട്രാക്ടർ വിസിറ്റ് മിസ്സിസ് പൗൾട്ട്നി ആൻഡ് സീ സാറ ദെയർ. അങ്ങനെ ഒരു ദിവസം ചാൾസിന്റെ കാമുകിയാണ് വിവാഹം ഉറപ്പിച്ച ഏണസ്റ്റീന. അവരുടെ ഏണസ്റ്റീനയുടെ ആൻറ്റി മിസ്സിസ് ട്രാൻഡർ, ഇവർ 3 പേരും
മിസ്സിസ് പോൾണിയുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അവർ സാറയെ കാണുന്നു. ആൻഡ് ചാൾസ് സെർവന്റ് സാം ഫോൾസ് ഇൻ ലവ് വിത്ത് ട്രാൻഡേഴ്സ് മെയ്ഡ് മേരി. അവിടെ വെച്ച് മിസ്സിസ് സ്റ്റാൻഡറുടെ സെർവൻ്റായ മേരിയുമായിട്ട് ചാൾസിൻ്റെ സെർവൻ്റ് സാം അവര് പ്രണയത്തിലാകുന്നു. അതായത് സാമും മേരിയും. എ ഫ്യൂ ഡേയ്സ് ലേറ്റർ ചാൾസ് സീ സാറ അഗെയിൻ അറ്റ് അണ്ടർക്ലിഫ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചാൾസ് സാറയെ വീണ്ടും ആ അണ്ടർക്ലിഫ് എന്ന ആ ഒരു കാട്ടുപ്രദേശത്ത് കാണുന്നു. നേരത്തെ പറഞ്ഞതാണ് ആ പ്രദേശം ഇറ്റ് ഈസ് നൊട്ടോറിയസ് ഫോർ ഇമ്മോറൽ ആക്ടിവിറ്റീസ്. And they talk each other and Sarah reveals that the French lieutenant married someone else and will not come back. ഈ സമയത്ത് അവർ പരസ്പരം കാണുന്നു, അങ്ങനെ സംസാരിക്കുമ്പോൾ സാറ പറയുന്നു ഫ്രഞ്ച് ലെഫ്റ്റനന്റ് വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അദ്ദേഹം തിരിച്ചു വരാത്തത് എന്ന് പറയുന്നു. ആൻഡ് ചാൾസ് റിയലൈസസ് ദാറ്റ് ഷീ ഈസ് ഗുഡ് ആൻഡ് മേ അട്രാക്ട് ടുവേഴ്സ് ഹർ. ഈ സമയത്ത് ചാൾസ് മനസ്സിലാക്കുന്നു അവളൊരു നല്ല പെൺകുട്ടിയാണ്, ഒരു പക്ഷേ തനിക്ക് അവളോട് ഒരു പ്രണയം തോന്നിപ്പോകുമോ എന്ന് ചാൾസ് ഭയക്കുന്നു. ആൻഡ് ദേ അഗെയിൻ മീറ്റ് അറ്റ് അണ്ടർക്ലിഫ് ആൻഡ് ഷീ വാണ്ട്സ് ടു റിവീൽ ഹർ സ്റ്റോറി ബട്ട് ചാൾസ് അഗ്രീസ് ടു ഹിയർ ഹർ നെക്സ്റ്റ് ടൈം. ഇവര് വീണ്ടും ഈ അണ്ടർക്ലിഫ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കാണുന്നു. ഈ സമയത്ത് സാറ പറയുന്നു എനിക്കെൻ്റെ കഥകൾ പറയണമെന്ന്. അപ്പോൾ ചാൾസ് പറയുന്നു നമുക്ക് വീണ്ടും കാണാം, അന്നേരം കഥകൾ പറയാം എന്ന ആ ഒരു ഉറപ്പിന്മേൽ അവർ പിരിയുന്നു. ആൻഡ് ചാൾസ്, ഏണസ്റ്റീന ആൻഡ് മിസ്സിസ് സ്റ്റാൻഡർ ആർ ഈറ്റിംഗ് ഡിന്നർ വിത്ത് ഡോക്ടർ ഗ്രോഗൻ. ഡോക്ടർ ഗ്രോഗനുമായിട്ട് ഇവർ ഭക്ഷണം കഴിക്കുകയാണ്. ആരൊക്കെയാണ്? ചാൾസ്, ഏണസ്റ്റീന, മിസ്സിസ് സ്റ്റാൻഡർ. ആരൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ചാൾസിന്റെ കാമുകിയാണ് ഏണസ്റ്റീന, കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കാണ്. അതേപോലെ തന്നെ ഏണസ്റ്റീനയുടെ ആൻറ്റിയാണ് മിസ്സിസ് സ്റ്റാൻഡർ. ഇവര് ഡോക്ടർ ഗ്രോഗനുമായിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. അവർ അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു. ഡോക്ടർ ഗ്രോഗൻ റിവീൽസ് ചാൾസ് ദാറ്റ് സാര ഹാഡ് എ ബാഡ് കോസ് ഓഫ് മെലങ്കലി ആൻഡ് ക്യാൻ ബി ക്യൂർഡ് ഓൺലി വെൻ ഷീ റിവീൽസ് ഹർ സ്റ്റോറി ടു സംവൺ. ഡോക്ടർ ഗ്രോഗൻ ചാൾസിനോട് പറയുന്നു സാറ ഒരു മെലങ്കലിക് സ്റ്റേറ്റിലാണ്, വളരെ സാഡായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അവളുടെ കഥ ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ ഡിപ്രഷനിലേക്ക് അവൾ മാറിയേക്കാമെന്ന് ഡോക്ടർ ഗ്രോഗൻ പറയുന്നു. ആൻഡ് ദേ ആർ ഷുവർ ദാറ്റ് ദേ ബിലീവ് ഇൻ ദി തിയറീസ് ഓഫ് ഡാർവിൻ. അവര് 3 പേരും മനുഷ്യന്റെ ആ ഒരു പരിണാമത്തെ കുറിച്ചുള്ള ഡാർവിന്റെ തിയറിയൊക്കെ പഠിച്ച ആളുകളാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഈ ഒരു മെലങ്കലിക് സ്റ്റേറ്റിൽ നിന്ന് ഡിപ്രഷനിലേക്ക് അവൾ പോകാം എന്ന് ചിന്തിക്കുന്നു. ആൻഡ് സാറ ആൻഡ് ചാൾസ് മീറ്റ്സ് അഗെയിൻ ആൻഡ് ഷീ റിവീൽസ് that her French lieutenant is Vergennes and she slept with him in an inn, but he never kept his promise to marry her. വീണ്ടും നേരത്തെ പറഞ്ഞിരുന്നു ചാൾസും സാറയും വീണ്ടും കാണാം, അവളുടെ കഥ പിന്നെ കേൾക്കാമെന്ന് ചാൾസ് പറയുന്ന ഒരു രംഗമുണ്ട്. അപ്പം വീണ്ടും അവര് അണ്ടർക്ലിഫിൽ വെച്ച് കാണുന്നു. ഈ സമയത്ത് സാറ പറയുന്നു തൻ്റെ കാമുകന്റെ പേര് വർഗീസ്നസ് എന്നാണ്. ഈ വർഗീനസുമായിട്ട് ഒരു സത്രത്തിൽ അവർ ഒരുമിച്ച് കഴിഞ്ഞുവെന്നും പക്ഷേ ഒരു രാത്രി അവർ ഒരുമിച്ച് കഴിഞ്ഞതാണ് എങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ വാക്ക് പാലിച്ചില്ല. തന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ ആ വാക്ക് പാലിച്ചില്ല. അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ട് പിന്നീട് പോവുകയാണ്. പിന്നീട് അവളെ തിരിഞ്ഞു വരെ നോക്കിയിട്ടില്ല എന്ന് പറയുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഷീ ബിക്കെയിം സാഡ് ആൻഡ് ആൻ ഔട്ട്കാസ്റ്റ്. ആ ഒരു സംഭവത്തിന് ശേഷം അവൾ വളരെയധികം സങ്കടം ഉള്ളവളായി മാറുന്നു. അതേപോലെ തന്നെ എല്ലാവരാലും അവഗണിക്കപ്പെടുന്ന, ഔട്ട്കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവളെ പോലെയാകി മാറുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഷീ ബിക്കെയിം സാഡ് ആൻഡ് ആൻ ഔട്ട്കാസ്റ്റ് ആൻഡ് ദേ സീ ദ കിസിംഗ് സീൻ ഓഫ് സാം ആൻഡ് മേരി. ഈ സമയത്ത് സാമും മേരിയും കിസ് ചെയ്യുന്നവർ കാണുന്നു. നമ്മൾ പറഞ്ഞു സാം ചാൾസിന്റെ സെർവൻ്റ് ആണ്. അതേപോലെ തന്നെ ട്രെയിനറുടെ, അതായത് ഏണസ്റ്റീനയുടെ ആൻറ്റിയുടെ സെർവൻ്റ് ആണ് മേരി. ഇവർ തമ്മിൽ റിലേഷൻ ഉണ്ടാകുന്നു. അവർ കിസ് ചെയ്യുന്നത് കാണുന്നു. ആൻഡ് വൈൽ ഷീ റിട്ടേൺസ് ടു ലൈവ് അലോൺ മിസ്സിസ് ഫെയർലി മിസ്സിസ് പോൾണീസ് ക്രൂവൽ ഹൗസ് കീപ്പർ സീസ് ഹർ. ഈ അണ്ടർക്ലിഫിൽ വെച്ച് ചാൾസിനെ കണ്ട് മടങ്ങുന്ന സമയത്ത് സാറയെ മിസ്സിസ് പോൾണിയുടെ ക്രൂരിയായ ഹൗസ് കീപ്പറാണ് മിസ്സിസ് ഫെയർലി അവർ കാണുന്നു. ആൻഡ് ഓൺ ദാറ്റ് ചാൾസ് ബാച്ചിലർ അങ്കിൾ മിസ്റ്റർ റോബർട്ട് കോൾസ് ഹിം ടു ഹിസ് വിൻസ്യാറ്റ് എസ്റ്റേറ്റ്. ആ ദിവസം തന്നെ, അതായത് ഇവർ തമ്മിൽ കണ്ട അന്ന് തന്നെ ചാൾസിന്റെ സമ്പന്നനായ അങ്കിളാണ് അദ്ദേഹം, സർ റോബർട്ട് ആണ്. അദ്ദേഹം വിൻസ്യാറ്റ് എസ്റ്റേറ്റിലേക്ക് ചാൾസിനെ വിളിപ്പിക്കുന്നു. ആൻഡ് ചാൾസ് തിങ്സ് ദാറ്റ് Sir Robert may give his estate to him, but Sir Robert announces that he is going to marry
And if he has a son, Charles will no longer inherit his property or the title baronet. അദ്ദേഹം സർ റോബർട്ട് പറയുന്നു താൻ വിവാഹം നേരത്തെ ബാച്ചിലർ ആണെന്ന് നമ്മൾ പറഞ്ഞു, അദ്ദേഹം വെൽത്തിയാണ്, ബാച്ചിലറാണ്. പക്ഷെ അദ്ദേഹം ഇപ്പം പറയുന്നു ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ വിവാഹം ചെയ്യുകയാണ് എങ്കിൽ, അങ്ങനെ വിവാഹം ചെയ്ത് എനിക്കൊരു മകൻ ഉണ്ടാവുകയാണ് എങ്കിൽ എൻ്റെ സ്വത്ത് നിനക്ക് കിട്ടില്ല. അതേപോലെ തന്നെ ബാരോനറ്റ്, പ്രഭുവാണ്, ആ പ്രഭു എന്ന സ്ഥാനവും നിനക്ക് കിട്ടില്ല എന്ന് ചാൾസിനെ അറിയിക്കുന്നു. ആൻഡ് ഏണസ്റ്റീന ഗെറ്റ്സ് ആംഗ്രി ഓൺ ഹിയറിംഗ് ദ ന്യൂസ്. ഈ ഒരു വാർത്ത കേട്ട ഉടനെ ചാൾസിന്റെ കാമുകിയാണ് ഏണസ്റ്റീന. ഇവർ തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചു വെച്ചേക്കാണ്. ഇവള് ദേഷ്യപ്പെടുന്നു. കാരണം സ്വത്ത് ഒന്നും ഇല്ലാത്തൊരുത്തനായി ചാൾസ് മാറും എന്ന ആ ഒരു ചിന്തയില് ഏണസ്റ്റീന അയാളോട് ദേഷ്യപ്പെടുന്നു. ആൻഡ് ചാൾസ് ലേൺസ് ദാറ്റ് സാറ ഡിസപ്പിയർഡ് ഫ്രം മിസ്സിസ് പോൾട്ടണീസ് ഹൗസ് ആസ് ഷീ ഫയർഡ് ഹെർ ആൻഡ് സാറ സെൻസ് ഹിം എ ലെറ്റർ. ഈ സമയത്ത് ചാൾസ് മനസ്സിലാക്കുന്നു, നമ്മൾ പറഞ്ഞു മിസ്സിസ് പോൾട്ടണിയുടെ സെർവൻ്റ് ആയിട്ടുള്ള, ക്രൂവൽ സെർവൻ്റ് ആണ്, ക്രൂവൽ ഹൗസ് കീപ്പർ ആയിട്ടുള്ള മിസ്സിസ് ഫെയർലി, അവര് സാറ അവിടുന്ന് പോകുന്ന കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ സാറയുടെ ഈ അണ്ടർ ക്ലിഫിൽ വന്നു പോകുന്ന ആ ഒരു കാഴ്ച മിസ്സിസ് പോൾട്ടണിയോട് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ മിസ്സിസ് പോൾട്ടണി അവരെ ഫയർ ചെയ്യുന്നു. സാറയെ ഒരുപാട് വഴക്ക് പറയുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു മിസ്സിസ് പോൾട്ടണി സാറയോട് പറഞ്ഞിട്ടുണ്ട് ഈ അണ്ടർ ക്ലിഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നൊട്ടോറിയസ് പ്ലേസ് ഓഫ് ഇമ്മോറൽ ആക്ടിവിറ്റീസ്, അതുകൊണ്ട് അവിടെ പോകരുതെന്ന് പറഞ്ഞതാണ്. അങ്ങനെ ഇവളെ അവിടെ വെച്ച് കണ്ടത് കൊണ്ടാണ് ഇങ്ങനെ വഴക്ക് പറയുന്നത്. ആൻഡ് സാറ സെൻസ് എ നോട്ട് ടു ചാൾസ് ആസ്കിങ് ഹിം ടു മീറ്റ് അഗെയിൻ. സാറ ഒരു ലെറ്റർ കൊടുത്തയക്കുന്നു. ആ ലെറ്ററിൽ ചാൾസിനെ ഒന്നും കൂടി കാണണം എന്നാണ്. സാം സ്മെൽസ് സം മിസ്റ്ററീസ് റിഗാർഡിംഗ് ചാൾസ് ആൻഡ് സാറ ആൻഡ് ബ്ലാക്ക്മെയിൽസ് ഹിം ടു സ്റ്റാർട്ട് എ ഷോപ്പ് വിത്ത് മേരി. ഈ സമയത്ത് സാമിന് എന്തൊക്കെയോ ചില സംശയങ്ങൾ ഉണ്ടാകുന്നു. അതായത് ഈ ചാൾസും സാറയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ എന്നുള്ള സംശയം ഉണ്ടാകുന്നു. അങ്ങനെ ഇവൻ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങുന്നു. അതായത് ഇവന്റെ ലക്ഷ്യം മേരിയോടൊപ്പം ഒരു ഷോപ്പ് ഇടുക എന്നുള്ളതാണ്. അതിന് സാമ്പത്തികം വേണ്ടതിന് വേണ്ടിയിട്ട് ചാൾസിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. ആൻഡ് ചാൾസ് മീറ്റ്സ് ഡോക്ടർ ഗ്രോഗൻ ആൻഡ് ടെൽസ് ഹിം ഓഫ് ഹിസ് മീറ്റിംഗ് വിത്ത് സാറ ആൻഡ് ഓഫ് ഹർ നോട്ട് ദാറ്റ് റീഡ്സ് ദെയർ മീറ്റിംഗ് അഗെയിൻ. ഈ സമയത്ത് ഡോക്ടർ ഗ്രോഗനെ ചാൾസ് വീണ്ടും കാണുന്നു. എന്നിട്ട് പറയുന്നു സാറയ്ക്ക് ഒന്നും കൂടി കാണണമെന്ന് അവൾ ഒരു ലെറ്റർ കൊടുത്തയച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ബോത്ത് ഓഫ് ദം വറി ദാറ്റ് സാറ മേ കമ്മിറ്റ് സൂയിസൈഡ്. അവർക്ക് രണ്ടുപേർക്കും ആ ഒരു പേടിയാണ്. കാരണം സാറ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു ഷീസ് ആൻ ഔട്ട്കാസ്റ്റ്, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഇപ്പോൾ മിസ്സിസ് പോൾട്ടണിയുടെ വീട്ടിൽ നിന്നും പുറത്തായി. അപ്പോൾ ഒരു പക്ഷേ അവൾ ആത്മഹത്യ ചെയ്യാം എന്ന ഒരു പേടി ഇവർക്ക് ഉണ്ടാകുന്നു. And Grogan says that she doesn't know to manipulate people, and so he will meet her instead of Charles and to take her to an asylum to recover her. ഈ സമയത്ത് ഡോക്ടർ ഗ്രോഗൻ പറയുന്നു നിനക്ക് പകരം ഞാൻ പോകാൻ വന്നിട്ട് അവൾക്ക് ചെറിയൊരു ലൂസ് ഉണ്ട്, അതായത് ചെറിയൊരു വട്ടുണ്ട്, അവളെ നമുക്കൊരു ഭ്രാന്താശുപത്രിയിലെങ്ങാണ് ആക്കാം എന്ന് പറയുന്നു. ആൻഡ് ടേക്ക് ഹെർ ടു ആൻ അസൈലം ടു റിക്കവർ ഹെർ. And Grogan tells her of the story of the family which was threatened by a man who tried to rape the girl, but the girl made all the circumstances. ഈ സമയത്ത് ഗ്രോഗൻ മറ്റൊരു കഥ പറയുന്നു. അതായത് പെൺകുട്ടി ഒരു ആണിനെ ട്രാപ്പ് ചെയ്ത കഥ. ഈ പെൺകുട്ടിയാണ് ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാക്കി വെച്ചത്. പക്ഷേ പിന്നീട് ആൺകുട്ടിയെ കുറ്റക്കാരനാക്കുന്ന ഒരു ട്രാപ്പ് ഈ പെൺകുട്ടി ഉണ്ടാക്കുന്നത്. അതേപോലെയാണ് സാറ ഇങ്ങനെ ഇവനെ വിളിച്ചു വരുത്തിയിട്ട് ചാൾസിനോട് ഇങ്ങനെ കാണണം എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷെ ഇവനെ കൊടുക്കാനായിരിക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യാം, നിനക്ക് പകരം ഞാൻ പോയി കാണാമെന്ന് ഡോക്ടർ ഗ്രോഗൻ പറയുന്നു. ആൻഡ് ഹി ഓൾസോ റിവീൽസ് ദാറ്റ് there are cases of women wounding themselves to manipulate others. അതോടൊപ്പം തന്നെ ഗ്രോഗൻ പറയുന്നു സ്വയം മുറിവേൽപ്പിച്ചിട്ട് മറ്റുള്ളവരെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് സ്വയം മുറിവേൽപ്പിച്ചിട്ട് അത് മറ്റുള്ളവർ ചെയ്തതാണെന്ന് പറഞ്ഞ് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പെൺകുട്ടികളുമുണ്ട്. അങ്ങനെ ഈ പെൺകുട്ടികളെ കുറിച്ച് പല കഥകളും ഗ്രോഗൻ പറയുന്നു. ആൻഡ് ചാൾസ് ഗെറ്റ്സ് worried and horrified, but he believes that Grogan's views about Sarah are wrong. ഈ സമയത്ത് ചാൾസിന് പേടി തോന്നുന്നു. കാരണം സാറ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ട്രാപ്പ് ചെയ്യുമെന്നൊരു പേടി. പക്ഷേ ഇയാൾ മനസ്സിലാക്കുന്നു, അതായത് ചാൾസ് മനസ്സിലാക്കുന്നു സാറ അങ്ങനത്തെ ഒരു കുട്ടിയൊന്നുമല്ല, അവള് പാവമാണ് എന്ന്. ഈ ഡോക്ടർ ഗ്രോഗന്റെ കാഴ്ചപ്പാടുകൾ, അവളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ തെറ്റാണ് എന്നും മനസ്സിലാക്കുന്നു. ആൻഡ് ചാൾസ് മീറ്റ്സ് സാറ അഗെയിൻ അറ്റ് എ ബാൺ ഇൻ ദ അണ്ടർ ക്ലിഫ്. ചാൾസും സാറയും വീണ്ടും കാണുന്നു ഒരു ബാൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വൈക്കോൽ കൂട്ടത്തിന്റെ അവിടെ വെച്ച് കാണുന്നു, അണ്ടർക്ലിഫിൽ തന്നെയാണ്. ആൻഡ് ഷീ റിവീൽസ് ദാറ്റ് ഷീ സോ മിസ്സിസ് ഫെയർലി ഇൻ ദ അണ്ടർക്ലിഫ് ആൻഡ് ഷീ ഗെറ്റ്സ് ഫയർഡ് ആൻഡ് ഷീ റിവീൽസ് ദാറ്റ് ഷീ ലവ്സ് ചാൾസ്. ഈ സമയത്ത് അവൾ പറയുന്നു മിസ്സിസ് ഫെയർലി എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു മിസ്സിസ് പോൾട്ട്നിയുടെ ഹൗസ് കീപ്പറാണ്. അവരെ ഇവിടെ വെച്ച് അണ്ടർക്ലിഫിൽ വെച്ച് കണ്ടു എന്നും അവർ ദേഷ്യപ്പെട്ടപ്പോഴേ ചാൾസുമായിട്ട് പ്രണയത്തിലാണ് എന്ന് പറഞ്ഞു എന്നും പറയുന്നു. ആൻഡ് ദേ കിസ് ഈച്ച് അതർ വൈൽ ചാൾസ് സീസ് മേരി ആൻഡ് സം ഔട്ട്സൈഡ്. അങ്ങനെ ആ ഒരു തീവ്രതയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ചാൾസിന് സാറയോട് ചെറിയൊരു പ്രണയമുണ്ടോ, ആ ഒരു അട്രാക്ഷൻ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെ അവർ അവിടെ നിന്ന് കിസ് ചെയ്യുന്നു. ഈ സംഭവം മേരിയും അതേപോലെ തന്നെ സാമും പുറത്തുനിന്ന് കാണുന്നു. Charles asked Sam never to say about it to anyone and asked Sarah to go to Exeter. ഈ സമയത്ത് സാമിനോട് ചാൾസ് പറയുന്നു ഈ സംഭവത്തെക്കുറിച്ച് ആരോടും പറയരുത്. അതേപോലെ തന്നെ സാറയോട് പറയുന്നു നീ എക്സീറ്റർ എന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് പറയുന്നു. And Charles meets Ernestina's father, Mr. Freeman, and reveals that he may no longer be the heir to his uncle. മിസ്റ്റർ ഫ്രീമാനെ ചാൾസ് പോയി കാണുന്നു. തന്റെ കാമുകിയുടെ അച്ഛനാണ്. അവരെ പോയി കാണുന്നു. കണ്ടിട്ട് പറയുന്നു തന്റെ അങ്കിൾ സർ റോബർട്ട് അദ്ദേഹത്തിന്റെ അനന്തരാവകാശിയാകില്ല താനെന്ന് പറയുന്നു. കാരണം അദ്ദേഹം വിവാഹം കഴിക്കാൻ പോവുകയാണ്. അത് നേരത്തെ പറഞ്ഞ ആ സംഭവങ്ങൾ അദ്ദേഹത്തോട് പറയുന്നു. ആൻഡ് മിസ്റ്റർ ഫ്രീമാൻ എഗ്രീസ് ആൻഡ് ഡിക്ലെയർസ് ടു ടേക്ക് ഓവർ ഹിസ് ബിസിനസ് ആഫ്റ്റർ ദ മാരേജ്. പക്ഷേ മിസ്റ്റർ ഫ്രീമാന് പ്രശ്നമൊന്നുമില്ല. അദ്ദേഹം സമ്മതിക്കുന്നു. ഇനി പൈസയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അതായത് നേരത്തെ പറഞ്ഞു സ്വത്ത് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഹി മേ ലോസ് ഹിസ് ടൈറ്റിൽ ബാരോനെറ്റ് എന്ന് പറയുന്ന ടൈറ്റിൽ നഷ്ടപ്പെടും. അതേപോലെ തന്നെ സ്വത്തൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്ന സമയത്ത് ഫ്രീമാൻ പറയുന്നു ഒന്നും പ്രശ്നമില്ല. കാരണം ഹി ഈസ് ഓൾസോ എ റിച്ച് പേഴ്സൺ ആൻഡ് ഹി ഈസ് എ ഡ്രാപ്പർ. നമ്മൾ പറഞ്ഞു എന്താണ് ക്ലോത്ത് മെർച്ചന്റ് ആണ്. ആ ഒരു ബിസിനസ് നിനക്ക് വിവാഹത്തിന് ശേഷം ഏറ്റെടുക്കാം. അങ്ങനെ നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. ആൻഡ് ഹി ഗോസ് ടു ദ ക്ലബ് ആൻഡ് മീറ്റ്സ് ഹിസ് വൈൽഡ് ഫ്രണ്ട്സ്. അങ്ങനെ ആ സംഭവത്തിന് ശേഷം ചാൾസ് ക്ലബിലേക്ക് പോകുന്നു. അവിടെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ കാണുന്നു. വൈൽഡ് ഫ്രണ്ട്സ് ആണ് അവർ, അതായത് കുറച്ച് കുറുമ്പും ഇതൊക്കെ ഉള്ള കുസൃതിയൊക്കെ ഉള്ള സുഹൃത്തുക്കളെ കാണുന്നു. ആൻഡ് ദേ ഗോ ടു ദ ബ്രോത്തൽ ആഫ്റ്റർ ഡ്രിങ്ക്. മദ്യപാനം, ആ ക്ലബിലിരുന്ന് മദ്യപാനത്തിന് ശേഷം ഒരു ബ്രോത്തലിലേക്ക് വേശ്യാലയത്തിലേക്ക് അവർ പോകുന്നു. ആൻഡ് ചാൾസ് ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്. And when returning, he sees a prostitute who reminds him of Sarah and hires her. അങ്ങനെ ചാൾസിന് പക്ഷേ അങ്ങനത്തെ ആ ഒരു ആക്ടിവിറ്റീസിലൊന്നും താല്പര്യപ്പെടുന്നില്ല. എന്താണ് ബ്രോത്തലിലേക്കാണ് പോകുന്നത്, വേശ്യാലയത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ ചാൾസ് അങ്ങനെയുള്ള ആ ഒരു സംഭവങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അതിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്ന സമയത്ത്, അതായത് ആ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഹീ സീസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കാണുന്നു. അവളെ കാണുമ്പോൾ അവളിന് പെട്ടെന്ന് സാറയാണെന്ന് തോന്നുന്നു. അങ്ങനെ അവളുടെ കൂടെ പോകുന്നു. ആൻഡ് ആസ് ദേ ആർ ടു എൻഗേജ് ഇൻ സെക്സ് ഷീ സേസ് ദാറ്റ് ഹർ നെയിം ഈസ് സാറ. അവർ ആ ഒരു ബന്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ ആ ഒരു ബന്ധത്തിന്റെ തുടക്കത്തിൽ അവൾ പറയുന്നു എന്റെ പേര് സാറ എന്നാണ്. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഹി വോമിറ്റ്സ് ആൻഡ് ഫെൽ ഇൽ. ഈ സമയത്ത് അദ്ദേഹം പെട്ടെന്ന് ഛർദ്ദിക്കുന്നു. നമ്മൾ പറഞ്ഞു മദ്യപാനം കഴിഞ്ഞിട്ട് പോവാണ്, പെട്ടെന്ന് ഛർദ്ദിക്കുന്നു, അങ്ങനെ സുഖമില്ലാതാകുന്നു. ഷീ ഈസ് വെരി കൈൻഡ് ആൻഡ് ചാൾസ് മീറ്റ്സ് ഹർ ക്രൈങ് ബേബി വെൻ ഹി ഗെറ്റ്സ് ഇൻ ടു ദ ക്യാബിൻ. ഈ സമയത്ത് ഈ ഛർദ്ദിക്കുന്ന ചാൾസിനെ അവൾ നല്ലോണം ശുശ്രൂഷിക്കുന്നു. അങ്ങനെ ക്യാബിനിൽ ഒരു വണ്ടിയിൽ അയാളെ കയറ്റി വിടുന്നു. അങ്ങനെ കയറ്റി വിടുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ സാറയുടെ ചെറിയ മകനെ കാണുന്നു. ആ കുട്ടി കരയുന്ന കുട്ടിയാണ്. ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കുട്ടിയെ ഇവൻ കാണുന്നു. ആൻഡ് ചാൾസ് റിസീവ്സ് എ നോട്ട് ഫ്രം സാറ വിച്ച് സേസ് ഓഫ് ദ നെയിം ഓഫ് ദ ഹോട്ടൽ ഷീ സ്റ്റേസ് ഇൻ എക്സിറ്റർ. വീണ്ടും ചാൾസിന് ഒരു കത്ത് കിട്ടുന്നു. സാറയുടെ ഒരു ലെറ്റർ ആണ്, ഒരു കുറിപ്പാണ്. എക്സിറ്ററിൽ അവൾ താമസിക്കുന്ന ഹോട്ടലിന്റെ പേര് മാത്രമാണുള്ളത്. അങ്ങനെ ഒരു കത്ത് കിട്ടുന്നു. ആൻഡ് സാം asks money to run a shop, but Charles reveals that it will be done after his marriage. ഈ സമയത്ത് സാം കുറച്ച് പൈസ ചാൾസിനോട് ചോദിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു അവർക്കൊരു ഷോപ്പ് ഇടാനുള്ള പ്ലാൻ ഉണ്ട്. പക്ഷേ ചാൾസ് പറയുന്നു നിനക്ക് പൈസ തരാം, അത് എൻ്റെ കല്യാണത്തിന് ശേഷം മാത്രമേ തരാൻ പറ്റുള്ളൂ എന്ന് പറയും. ആൻഡ് ചാൾസ് ആൻഡ് സാം ഗോ ടു എക്സീറ്റർ ആൻഡ് റിട്ടേൺസ്. ചാൾസ് ആൻഡ് സാം ഗോസ് ടു എക്സീറ്റർ ആൻഡ് റിട്ടേൺ ടു ലൈൻ. അവര് എക്സിറ്ററിൽ പോകുന്നു. ആൻഡ് ചാൾസ് മാരീസ് ഏണസ്റ്റീന ആൻഡ് ലീവ്സ് ഹാപ്പിലി. ചാൾസ് ഏണസ്റ്റീനെ വിവാഹം കഴിക്കുന്നു, സന്തോഷമായിട്ട് താമസിക്കുന്നു.
And the narrator exposes that it is a false ending as it is the wish of Charles only. നരേറ്റർ പറയുന്നു ഇതിന്റെ അവസാനം, ഈ കഥയുടെ അവസാനം പല പല എൻഡിങ്ങും നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മൾ ഗിരീഷ് കർണാടിന്റെ നാഗമണ്ഡല എന്ന ആ നോവലിനെ പോലെ തന്നെ പല പല എന്താണ് കൺക്ലൂഷനിലും നമുക്ക് എൻഡിങ്ങിലും നമുക്ക് എത്താൻ പറ്റും. കുറച്ച് വായനക്കാർക്ക് വിടുന്നുണ്ട് അദ്ദേഹം. അപ്പൊ ഇതിന്റെ ഒന്ന്, ഇവര് എക്സിറ്ററിൽ പോകുന്നു, പോയിട്ട് സാമും ചാൾസും തിരിച്ചു വന്ന് ലൈം എന്ന ആ സ്ഥലത്തേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ ഏണസ്റ്റീനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു എന്നാണ്. അപ്പൊ ഇവര് പോയിട്ട് എന്താ സംഭവിച്ച കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. എന്താണ്, നമ്മുടെ സാറയെ കാണാനാണ് പോകുന്നത്, പോയിട്ട് എന്താ സംഭവിച്ചതെന്നൊന്നും അറിയില്ല. ഒരു പക്ഷേ സാറ കല്യാണത്തിന് സമ്മതിച്ചിട്ടുണ്ടാവില്ല, അതായിരിക്കാം. അങ്ങനെ ഒരു എൻഡിങ് ആണ്. പക്ഷെ ഇതാണ്, അതായത് ആരോടൊപ്പം, നമ്മുടെ ഏണസ്റ്റീനയോടൊപ്പം സമ്പന്നതയില് ചാൾസ് ജീവിക്കുന്നു. അത് ചാൾസിന്റെ ആഗ്രഹമാണ്. പക്ഷെ ഇതല്ല യഥാർത്ഥത്തില്. ഇൻ റിയാലിറ്റി ചാൾസ് മീറ്റ് സാറ അറ്റ് ഹെർ ഹോട്ടൽ ഇൻ എക്സീറ്റർ ആൻഡ് ഷീ ഈസ് ഹേർട്ട് ഇൻ ഹെർ ആംഗിൾ ആൻഡ് ദേ ബോത്ത് എൻഗേജ് ഇൻ സെക്സ് ആൻഡ് ചാൾസ് വാണ്ട്സ് ടു മാരി ഹെർ ബട്ട് ഷീ പ്രൊട്ടക്ട്സ്. പക്ഷേ മറ്റൊരു എൻഡിങ്ങിലേക്ക് വരുന്നത്, ചാൾസ് എക്സീറ്ററിൽ പോയി അവളെ കാണുന്നു, സാറയെ കാണുന്ന സമയത്ത് അവളുടെ കാല് മുറിവേറ്റിട്ടാണുള്ളത്. അങ്ങനെ ആ ഒരു വികാരത്തിന് അവര് സെക്സിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഏർപ്പെട്ടതിന് ശേഷം ചാൾസ് അവളോട് പറയുന്നു നമുക്ക് വിവാഹം കഴിക്കാം. പക്ഷേ സാറ സമ്മതിക്കുന്നില്ല. ആൻഡ് ഹി സീസ് ബ്ലഡ് ആൻഡ് റിയലൈസസ് ദാറ്റ് ഷീ ഈസ് എ വിർജിൻ ആൻഡ് ലൈഡ് അബൌട്ട് വർഗീനസ്. ഈ സമയത്ത് ചാൾസ് മനസ്സിലാക്കുന്നു വർഗീനസ് എന്നത് അവളുടെ കാമുകനാണ്, ഫ്രഞ്ച് ലെഫ്റ്റനന്റ് ആണ്, അങ്ങനെ ഒരു കാമുകൻ ഇല്ല എന്നും അവള് കള്ളം പറഞ്ഞതാണ് ഇങ്ങനെ ഒരു കാമുകനെ കുറിച്ച്, അവള് വേർജിൻ ആണ്, കന്യകയാണ് എന്നും ചാൾസ് മനസ്സിലാക്കുന്നു. And he is shocked and confused that she forces him to return. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന നമ്മളുടെ എന്താണ് നായകൻ, നമ്മുടെ ചാൾസിനെ അവള് തിരിച്ചു പോകാൻ പ്രേരിപ്പിക്കുന്നു. അതായത് നമ്മളുടെ സിനിമ, മോഹൻലാലിന്റെ ആ സിനിമ എന്താണ് തൂവാനത്തുമ്പികൾ എന്ന ആ ഒരു സിനിമയിലെ അതേ സീൻ, അതേ ആ ഒരു അവസ്ഥയില് നമ്മളുടെ മോഹൻലാൽ നിൽക്കുന്ന അതേ അവസ്ഥ, എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ആ ഒരു ഷോക്കിംഗ് അവസ്ഥയിലാണ്. അതേപോലെ ചാൾസും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്ത് ഇവളോട് സാറ പറയുന്നു നിങ്ങൾ തിരിച്ചു പോകണം, കാരണം ഏണസ്റ്റീന എന്ന ആ പെൺകുട്ടിയുമായിട്ട് കല്യാണം ഉറച്ചതാണ്, അതുകൊണ്ട് തിരിച്ചു പോകണമെന്ന് അയാളെ നിർബന്ധിക്കുന്നു ആ ഒരു അവസ്ഥയിലേക്ക്. ആൻഡ് ചാൾസ് ഗോസ് ടു ദ ചർച്ച് ആൻഡ് ഡിസൈഡ്സ് ടു മാരി സാറ ഇൻസ്റ്റെഡ് ഓഫ് ഏണസ്റ്റീന. അങ്ങനെ അദ്ദേഹം പള്ളിയിൽ പോകുന്നു. ചാൾസ് പള്ളിയിൽ പോകുന്ന സമയത്ത് താൻ മൂലം ചാരിത്രം നഷ്ടപ്പെട്ട സാറയെ വിവാഹം കഴിക്കണം എന്ന ആ ഒരു ഉൾവിളി ഉണ്ടാകുന്നു. അങ്ങനെ ഏണസ്റ്റീനെ ഒഴിവാക്കി സാറയെ അദ്ദേഹം കല്യാണം കഴിക്കുന്നു. ഇതാണ് ഒരു എൻഡിങ്. ആൻഡ് ചാൾസ് സെൻഡ്സ് സാം വിത്ത് എ ലെറ്റർ ടു സാറ നരേറ്റിംഗ് ഹിസ് വിഷ് ടു മാരി ഹർ. ഇനി മറ്റൊരു എൻഡിങ്, ചാൾസ് സാമിനെ, അദ്ദേഹത്തിന്റെ സെർവന്റ് ആണ്, സാമിനെ ഒരു ലെറ്ററുമായിട്ട് അയക്കുന്നു. ആരുടെ അടുത്തേക്കാണ്? സാറയുടെ അടുത്തേക്ക് അയക്കുന്നു. അദ്ദേഹത്തിന് ചാൾസിന് ഇവളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് കൊണ്ടുവിടുന്നു. ആൻഡ് ഷീ ഷുഡ് കീപ് ദ ബ്രൂച്ച് ഹി ഈസ് എൻക്ലോസിംഗ് ഇറ്റ് ഷീ ലൈക്സ് ടു മാരി ഹിം. അദ്ദേഹം മറ്റൊന്നുകൂടി ആവശ്യപ്പെടുന്നു, ഇവൾക്ക് സാറയ്ക്ക് ചാൾസിനെ വിവാഹം കഴിക്കാൻ താല്പര്യമാണ് എങ്കിൽ ഒരു ചെറിയൊരു മോതിരം അതിനകത്ത് വെച്ചിട്ടുണ്ട്, ആ മോതിരം നീ സ്വീകരിക്കണം എന്നും പറഞ്ഞാണ് സാമിന്റെ അടുത്ത് ലെറ്റർ കൊടുത്തു വിടുന്നത്. ആൻഡ് സാം റിട്ടേൺസ് വിത്ത് നത്തിങ് ബാക്ക്. അങ്ങനെ പോകുന്ന സാമ് തിരിച്ച് മോതിരം കൊണ്ടുവരുന്നില്ല. ആൻഡ് ചാൾസ് റിവീൽസ് ഏണസ്റ്റീന ഓഫ് ഹിസ് അഫെയർ വിത്ത് സാറ ആൻഡ് ഷീ കൊളാപ്സ്. ഈ സമയത്ത് ചാൾസ് ചിന്തിക്കുന്നത് സാറയ്ക്ക് ഇവനെ വിവാഹം കഴിക്കാൻ താല്പര്യമാണ് എന്ന് ആ ഒരു സത്യം മനസ്സിലാക്കിയിട്ട്, അതായത് ആ റിങ് തിരിച്ചു കൊണ്ടുവന്നില്ലല്ലോ. അപ്പോ ഈ വിവാഹത്തെ കുറിച്ച്, അതായത് ഈ ഒരു ബന്ധത്തെ കുറിച്ച് ഏണസ്റ്റീന എന്ന തന്റെ കാമുകിയോട് പറയുന്നു. അവൾ ആകെ തകർന്നു പോകുന്നു. ആൻഡ് ചാൾസ് ബ്രിങ്സ് ഡോക്ടർ ഗ്രോഗൻ ആൻഡ് സാം ലെഫ്റ്റ് ദ പ്ലേസ്. ഈ സമയത്ത് ഡോക്ടർ ഗ്രോഗൻ അവിടെ വരുന്നു. ആ സമയത്ത് സാം അവിടുന്ന് പോകുന്നു. ആൻഡ് ഡോക്ടർ ഗ്രോഗൻ rebukes him and asks him that it is his responsibility to prove that he has done everything for the right reason. ഈ സമയത്ത് ഡോക്ടർ ഗ്രോഗൻ പറയുന്നു, നീ ചെയ്തതെല്ലാം നല്ലതിനാണ്, കാരണം മറ്റൊരു പെൺകുട്ടിയുമായിട്ട് വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചു വെച്ചേക്കാണ്. അങ്ങനെ ഉറപ്പിച്ചു വെച്ച നീ ചെയ്ത കാര്യങ്ങൾ ശരിയാണോ? കാരണം മറ്റൊരു പെൺകുട്ടിയെ നശിപ്പിച്ചിട്ട് അവളുടെ ജീവിതം പോയി
ഏണസ്റ്റീനയുമായിട്ട് ബന്ധം നിശ്ചയം വരെ കഴിഞ്ഞതാണ്. ആ കുട്ടിയുടെ ബന്ധം പോകുന്നു. അപ്പോൾ നീ ചെയ്ത കാര്യങ്ങൾ ശരിയാണോ എന്ന് നീ അന്വേഷിക്കണമെന്ന്, അത് നിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഡോക്ടർ ഗ്രോവൻ പറയുന്നു. ചാൾസ് റിട്ടേൺസ് ടു എക്സീറ്റർ ടു മീറ്റ് സാറ, ബട്ട് ഷീ ഹാസ് ഗോൺ ടു ലണ്ടൻ, ലീവിംഗ് നോ വേ ടു കണക്ട് വിത്ത് ഹർ. ഈ സമയത്ത് സാറ എക്സീറ്ററിൽ നിന്നും ലണ്ടനിലേക്ക് പോകുന്നു. പക്ഷേ അവളെ കണക്ട് ചെയ്യാനുള്ള യാതൊരു അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും അവശേഷിപ്പിക്കാതെ അവൾ അവിടുന്ന് വിട്ടുപോകുന്നു. ആൻഡ് ചാൾസ് റിയലൈസസ് ദാറ്റ് സാം ഡിഡ്ന്റ് ഡെലിവർ ദ ലെറ്റർ ടു സാറ. ഈ സമയത്ത് ചാൾസ് മനസ്സിലാക്കുന്നു സാറയ്ക്ക് കൊടുത്തയച്ച ആ കത്ത് സാം അവൾക്ക് കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. ആൻഡ് ചാൾസ് റിട്ടേൺസ് ആൻഡ് ദ നരേറ്റർ ഗീവ്സ് 2 സൊല്യൂഷൻസ്. ഇനി സാം അവിടുന്ന് തിരിച്ചു വരുന്നു. അങ്ങനെ ഇനി 2 സൊല്യൂഷൻസ് ആണ് അദ്ദേഹം പറയുന്നത്. ചാൾസ് ട്രാവൽസ് ലണ്ടൻ ഇൻ സെർച്ച് ഓഫ് സാറ ബട്ട് ഫെയിൽസ്. Mr. Freeman and his lawyer threatens him to sign a confession of guilt for deceiving Ernestina without cause. ഈ സമയത്ത് ചാൾസ് തിരിച്ചു വരുന്ന സമയത്ത് ലണ്ടൻ മുഴുവൻ അദ്ദേഹം സെർച്ച് ചെയ്യുന്നു. ലണ്ടനിലേക്കാണ് സാറ പോയത്. അപ്പൊ ലണ്ടനിൽ മുഴുവൻ സാറയെ അന്വേഷിക്കുന്നു, പക്ഷെ കണ്ടെത്തുന്നില്ല. അങ്ങനെ തിരിച്ചു മടങ്ങി വരുന്ന ചാൾസിനെ ഫ്രീമാനും അദ്ദേഹത്തിന്റെ ലോയറും കൂടി ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു കുറ്റസമ്മത പത്രത്തിൽ ഒപ്പിടിപ്പിക്കുന്നു. അതായത് സാറയെ യാതൊരു കാരണവുമില്ലാതെയാണ് വഞ്ചിച്ചത് അല്ലെങ്കിൽ ഇട്ടിട്ട് പോയത്. അപ്പൊ അതിന് ഒരു മറുപടി വേണം, അല്ലെങ്കിൽ അതിന് ഒരു കേസ് ഫയൽ ചെയ്യുന്ന രീതിയിലേക്ക് മിസ്റ്റർ ഫ്രീമാനും അദ്ദേഹത്തിന്റെ ലോയറും പോകുന്നു. ഇനി he is depressed and travels Europe for 1.5 years seeking joy but fails. ഇനി മറ്റൊരു സൊല്യൂഷൻ, ലണ്ടനിൽ പോയി സാറയെ അന്വേഷിച്ച ചാൾസിന് കണ്ടെത്താൻ കഴിയുന്നില്ല. അങ്ങനെ അദ്ദേഹം യൂറോപ്പ് മുഴുവൻ ചുറ്റിക്കറങ്ങുന്നു. 1.5 വർഷത്തോളം ചുറ്റിക്കറങ്ങുന്നു സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതിൽ അദ്ദേഹം പരാജയപ്പെടുന്നു. Sam begins to work with Mr. Freeman and became a successful person. ഈ സമയത്ത് മിസ്റ്റർ ഫ്രീമാന്റെ അടുത്ത് നമ്മുടെ സാം എത്തുന്നു. സാം തന്റെ സെർവൻ്റ് ആണ്, ചാൾസിന്റെ സെർവൻ്റ് ആണ്. അങ്ങനെ അയാളോടൊപ്പം ജോലി ചെയ്ത് സാം സമ്പന്നനായി മാറുന്നു. അതുകൊണ്ട് മേരി സീ സാറ ഗോയിങ് ടു എ ഹൗസ് ഇൻ ചെൽസ. ഈ സമയത്ത് അങ്ങനെ സാം ഒരു പണക്കാരനായി മാറുന്നു. അങ്ങനെ പണക്കാരനായി മാറുന്ന സമയത്ത് സാമിന്റെ ഭാര്യയാണ് മേരി. സാറയെ ചെൽസയിൽ വെച്ച്, ചെൽസ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു വീട്ടിലേക്ക് സാറ കയറി പോകുന്നത് മേരി കാണും. സാമിന്റെ ഭാര്യയായ മേരി കാണും. അതാണ് ഒരു സൊല്യൂഷൻ. ഇനി മറ്റൊന്ന്, ചാൾസ് ഗോസ് ടു ദ US ആൻഡ് വാണ്ടേഴ്സ് ദെയർ അൺടിൽ ഹി റിസീവ്സ് എ ടെലഗ്രാം ദാറ്റ് ഹിസ് ലോയർ ഹാസ് ഫൗണ്ട് സാറ. ഇനി മറ്റൊരു സൊല്യൂഷൻ, നമ്മൾ പറഞ്ഞു ഒരുപാട് എൻഡിങ്സ് ഉള്ള ഒരു നോവലാണിത്. എൻഡിങ്സ് വായനക്കാർക്ക് വിടുകയാണ്. അതിൽ പല സൊല്യൂഷൻസും പറയുന്നുണ്ട്. അതിന് ഇഷ്ടമുള്ളത് നമുക്ക് സ്വീകരിക്കാം. അതിനൊന്ന് പറയുന്നത്, ചാൾസ് US അലയുന്നു. അവിടെ അലയുന്ന സമയത്ത് ചാൾസിന് അദ്ദേഹത്തിന്റെ ലോയറിൽ നിന്നും ഒരു കത്ത് കിട്ടുന്നു. അതായത് സാറയെ കണ്ടു എന്ന് ഒരു കത്ത് കിട്ടുന്നു. ആൻഡ് ഹി റിട്ടേൺസ് ടു ലണ്ടൻ ആൻഡ് സീ സാറ ഹു ഈസ് ലിവിംഗ് ഇൻ ആസ് ആൻ അസിസ്റ്റന്റ് ടു DG റോസറ്റി, എ ഫേമസ് പെയിന്റർ. ഈ സമയത്ത് ലണ്ടനിലേക്ക് തിരിച്ചു വരുന്ന ചാൾസ് DG റോസറ്റി എന്ന ഫേമസ് പെയിന്ററുടെ അസിസ്റ്റന്റ് ആയി സാറ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നു. ആൻഡ് ഷീ ഈസ് നോട്ട് റെഡി ടു ഗെറ്റ് വിത്ത് ചാൾസ് അറ്റ് ഫസ്റ്റ്. ചാൾസുമായിട്ട് ആദ്യം കാണാൻ അവൾ തയ്യാറാകുന്നില്ല. ആൻഡ് അറ്റ് ലാസ്റ്റ് ഷീ റിവീൽസ് ഓഫ് ഹിസ് സൺ ആൻഡ് മേ ബി യുണൈറ്റഡ്. അങ്ങനെ ആദ്യമൊന്നും ചാൾസുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ അവൾ താല്പര്യപ്പെടുന്നില്ല. അവള് എതിർക്കുന്നു. അങ്ങനെ അവസാനം ചാൾസ് ഇവളെ കുറെ ശകാരിച്ചിട്ട് വരുന്ന സമയത്ത് ഇവള് തങ്ങളുടെ കുട്ടിയെക്കുറിച്ച് പറയുന്നു. അങ്ങനെ കുട്ടിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഒരു പക്ഷേ അവർ ഒന്നിച്ചേക്കാം എന്ന ഒരു പോസിബിൾ സൊല്യൂഷൻ കൊണ്ടുവരും. നരേറ്റർ ഓൾസോ ഗീവ്സ് എ പോസിബിൾ എൻഡിങ്. ഇനി മറ്റൊരു എൻഡിങ്, ഇത് സാധ്യമായിട്ടുള്ള ഒരു അവസാനമാണ്. അതും കൂടി നരേറ്റർ നമുക്ക് തരുന്നത്. അതായത് ആഫ്റ്റർ ദ മീറ്റിംഗ് ഓഫ് ചാൾസ് ആൻഡ് സാറ prefers platonic love, but Charles refuses and leaves the house without seeing their child. ചാൾസും സാറയും കണ്ടുമുട്ടുന്നു. കാണുന്ന സമയത്ത് സാറ അവനോട് പറയുന്നു, നമുക്കൊരു പ്ലാറ്റോണിക് ലവ്, അതായത് സ്പിരിച്വൽ ലവ്, ഒരു മാംസം നിബദ്ധമല്ല രാഗം എന്ന് പറയുന്ന പോലെ നമുക്ക് ബോഡിലി സ്നേഹം അല്ല, മറിച്ച് ഒരു
ആത്മീയമായിട്ടുള്ള സ്നേഹം മതി എന്ന് പറയുന്നു. പക്ഷേ ചാൾസ് അതിനെ എതിർക്കുന്നു. അങ്ങനെ അവിടം വിട്ടു പോകുന്നു. കുട്ടിയെ കാണാതെ, അവരുടെ ആ കുട്ടിയെ കാണാതെ അവിടം വിട്ടു പോകുന്ന ഒരു പോസിബിൾ എൻഡിങ്. ആൻഡ് ഹി റിയലൈസസ് ദാറ്റ് ലൈഫ് ഈസ് ടു ബി എൻഡ്യൂർഡ് ആൻഡ് ഇറ്റ് ഹാസ് നോ സൊല്യൂഷൻ. അദ്ദേഹം മനസ്സിലാക്കുന്നു ജീവിതത്തിന് ഒരു സൊല്യൂഷൻ ഇല്ല, മറിച്ച് ജീവിതം അനുഭവിക്കാനുള്ളതാണ്. അത് ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഉള്ള ഒരു സംഗതിയാണ് എന്ന് ചാൾസ് മനസ്സിലാക്കുന്നത്. അതായത് ദർ ഇസ് നോ എൻഡിങ് ടു ലൈഫ്. ജീവിതത്തിന് അവസാനമില്ല. കാരണം എന്താണ്, ദ സ്ട്രഗിൾസ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് ലൈഫ് വിൽ കം വൺ ആഫ്റ്റർ അനദർ ജസ്റ്റ് ലൈക്ക് ദ വേവ്സ്. തിരമാലകൾ പോലെ ഒന്നിനു പിറകെ ഒന്നായി ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്ന ആ ഒരു തിരിച്ചറിവ് ചാൾസിനുണ്ടാകും. ഇതാണ് ദ ഫ്രഞ്ച് ലെഫ്റ്റനൻസ് വുമൺ എന്ന ഈ കഥയിലെ സമ്മറി. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. ഇതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, ദ ഫ്രഞ്ച് ലെഫ്റ്റനൻസ് വുമൺ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കാം. പിന്നീട് ദ സ്റ്റോറി ഓഫ് സാറ, സാറയുടെ സ്റ്റോറി. പിന്നീട് ചോദിക്കാവുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർക്ലിഫ്, അണ്ടർക്ലിഫ് എന്ന ആ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിക്കാം. പിന്നീട് ചോദിക്കാവുന്നത് ദ കണക്ഷൻ ബിറ്റ്വീൻ, അല്ലെങ്കിൽ ദ റിലേഷൻ ബിറ്റ്വീൻ സാം ആൻഡ് മേരി, അത് ചോദിക്കാം. അതേപോലെ തന്നെ ദ ബ്ലാക്ക് മെയിലിംഗ് ഓഫ് ചാൾസ്, ചാൾസിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത ആ സംഭവങ്ങൾ ചോദിക്കാം. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.